നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ജൂലൈ മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ജൂലൈ മാസം 16-ാം തീയതി മിഥുനമാസം 32-ാം തീയതിയാണ്. പിന്നീട് കർക്കിടക മാസത്തിൻ്റെ ആരംഭമാണ്. ഏതായാലും ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ വാരഫലം ജൂലൈ 10-ന് നാം ചർച്ച ചെയ്യുമ്പോൾ കാലത്തുള്ള ഗ്രഹസ്ഥിതി: മേടൻ രാശിയിൽ ചന്ദ്രൻ, ഇടവത്തിൽ ചൊവ്വ, മിഥുനത്തിൽ രവി ബുധൻ, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ശുക്രൻ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ എപ്രകാരമാണ് ഈ ഒരു വാരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളിൽ 2-ൽ രാഹു, 3-ാം ഭാവത്തിൽ ശനി, 4-ൽ ചന്ദ്രൻ, 5-ൽ ചൊവ്വ, 6-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 7-ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമത്തിൽ ശുക്രൻ കേതു. ഇവിടെ യഥാർത്ഥത്തിൽ മകരൻ രാശിക്കാർക്ക് ഒരു അധിയോഗമുള്ള വാരമാണ്. സൗമ്യഹി സ്മരാരി നിധനെ അധിയോഗ ഇന്തോഹോ തസ്മിൻ ചമൂപ സജീവ ക്ഷിതിപാല ജന്മ. ചന്ദ്രാൽ 6, 7, 8 ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ വരികയാണെങ്കിൽ അതൊരു അധിയോഗമാണ്. അത് 3 ഗ്രഹങ്ങളുണ്ടെങ്കിൽ യഥാർത്ഥ ക്ഷിതിപാലഹ രാജയോഗമാണ്. അതിനാൽ ഒരു രാജയോഗം എങ്ങനെ നടക്കും? അവിചാരിതമായ വലിയ ധനാഗമങ്ങളുണ്ട്. പെട്ടെന്ന് വിദേശത്ത് പോയി ഒരു ലോട്ടറി എടുക്കുക. ഗാംബ്ലിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് ഗാംബ്ലിംഗ് പ്ലാനറ്റ്സ് ആർ വളരെ ഗുഡ്, വളരെ നല്ലതാണ്. അവിചാരിതമായി വലിയൊരു ധനലാഭത്തിലേക്ക് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് തൻ്റെ രചന, സൃഷ്ടി ഇവയ്ക്ക് വലിയൊരു അംഗീകാരം ലഭിക്കുക. അതിലൂടെ തനിക്ക് വളരെയധികം പേരും പ്രശസ്തിയും വിദേശയാത്ര ഉണ്ടാവുക. ഏതായാലും വളരെ നല്ലൊരു സമയമാണ് മകരൻ രാശിക്കാർക്ക് ഈ ഒരു വാരമെന്നറിയാം. ഇവിടെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് പ്രോസ്റ്റേറ്റ് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വരും. മൂത്രാശയവുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ഡയബറ്റിക്സ് പേഷ്യൻസിന് ഇൻസുലിൻ്റെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടുന്ന സമയമാണ്. വലിയ സംഘർഷങ്ങൾ വരുമ്പോൾ അങ്ങേറ്റം പ്രമേഹ നില വളരെ കൂടുന്നൊരു അവസരമാണ്. ശ്രദ്ധിക്കണം. ബെഡ് റിഡൻ ആകാതെ നോക്കണം. സ്ത്രീകൾക്കാണെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ ബുദ്ധിമുട്ട് വരും. യൂട്രസ് റിമൂവ് ചെയ്യുക, യൂട്രസ് സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയമാണ്. ശാരീരിക വിഷയത്തിൽ ശ്രദ്ധിക്കണം. രേഖ തനിക്ക് പലപ്പോഴും വലിയ പാരയാകും. വലിയ ബുദ്ധിമുട്ടുകൾ രേഖാപരമായ വിഷയത്തിലുണ്ടാകും. രേഖാകാരകനായ ബുധൻ 6-ാം ഭാവത്തിൽ സ്വന്തം ക്ഷേത്രത്തിലാണ്. പലപ്പോഴും ശത്രുക്കളെ ജയിക്കും ഈ സമയത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മക്കളെ കൊണ്ട് വലിയ മാനസിക ക്ലേശങ്ങൾ മകരൻ രാശിക്കാർ അനുഭവിക്കേണ്ടി വരും. 5-ൽ ചൊവ്വയാണ്. 5-ൽ ചൊവ്വ എന്നാൽ മക്കൾക്ക് നല്ലതല്ല. ഇവിടെ ഗർഭിണികൾക്ക് അബോർഷനാകാം. തനിക്കുണ്ടായ സന്താനങ്ങൾക്ക് പെട്ടെന്ന് രോഗാദി അരിഷ്ടകൾ വരാം. കാരണം സന്താനപതിയാഗ്രഹം ശുക്രൻ നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. നിർബന്ധമായും മക്കളുടെ പേരിൽ 11 വയസ്സിന് താഴെയാണെങ്കിൽ കർഗഹോമവും 11 മുതൽ 12 മുതൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യണം. ചില ബുദ്ധിമുട്ടുകൾ സന്താന വിഷയത്തിലേക്ക് വരും. രോഗാദി അരിഷ്ടകൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അധിയോഗമുള്ളതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലക്ക്, ഭാഗ്യമുണ്ടാവുക. സാമ്പത്തിക വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വിവാഹ തീരുമാനങ്ങൾക്ക് വളരെ അനുകൂലമാണ്. കാരണം വിവാഹപതിയാഗ്രഹം ചന്ദ്രൻ 4-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി 4-ാം ഭാവത്തിൽ ഉച്ചസ്ഥാനത്തേക്ക് പ്രവേശിക്കുകയാണ്. 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ കറുത്തപക്ഷമാണ്, ദുർബലമാണ് ചന്ദ്രൻ. എങ്കിലും 4-ലെ ചന്ദ്രൻ പ്രായണ നന്മകൾ പ്രദാനം ചെയ്യും. യഥാ ബന്ധുഗോ ബാന്ധവേരി അത്ര ജന്മ നിർവദ്വാരി സർവാധികാരി സദൈവ. തനി കർമ്മമേഖലയിൽ എന്തെങ്കിലും ചില മാറ്റങ്ങൾ, ജോലി നഷ്ടപ്പെടാതെ നോക്കുക. അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും അധികാരം തനിക്ക് കൂടുതൽ ബോണസായി കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്വീകരിച്ച് പോകുന്നതായിരിക്കും ഉത്തമമെന്ന് അറിയുക. ഇവിടെ നിർബന്ധമായും ഞാൻ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യാം. പലപ്പോഴും ക്ഷേത്രത്തിൻ്റെയോ അനാഥാലയം, മന്ദിരം, ട്രസ്റ്റ് ഇതിൻ്റെയൊക്കെ നേതൃത്വ സ്ഥാനത്തേക്ക് അവരോധിതനാകാൻ വളരെ അനുകൂലമായ സമയമാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നന്ദി, നമസ്തേ.